ആരാണ് കോസ്റ്റ്യൂം ഡിസൈനർ? എടാ നീ ഒരു അപ്പിയാണ് സ്നൈപ്പേ, സീരിയസ് ആയിട്ട് പറയാം. ഇല്ല ഇത് നമ്മള് ചുമ്മാ ഇട്ടണതാ. ഇല്ല അവിടെ രായണ്ണനെ കണ്ടുപിടിക്കണം. ഞാൻ ഇപ്പൊ വരാം പപ്പ, ഒരു മിനിറ്റ്. നിന്റെയൊക്കെ നെഞ്ചത്തെന്ത് ചെലന്തിയാ? ബാക്കി നോക്കണം, ബാക്കി നോക്കണം. നമ്മുടെ ഡ്രസ്സിന്റെ അവിടെ എന്തൊരു ചെറിയൊരു തുളയുണ്ടോ ഒന്ന് നോക്കണം. എന്ത്? നമ്മുടെ ഡ്രസ്സിന്റെ ബാക്കിൽ ഒരു ചെറിയ തുളയുണ്ട്, അത് കണ്ടുപിടിക്കണം ആരുടെ ഡ്രസ്സിലാണ്. ഒന്നല്ല 5 എണ്ണം കണ്ടു ഞാൻ. ഇത്രയും വലിയ കണി എനിക്ക് കിട്ടത്തില്ല. അയ്യേ മയിലുമാരെ, എല്ലാരും ബ്ലാക്ക് ഇട്ടോ? ബ്ലാക്ക് അല്ലേ പവർ എണ്ണ സെറ്റ്. ഇതാണ് സെറ്റ് കേട്ടോ, ഇത് കൊള്ളാം. ഓക്കെ അപ്പൊ വണ്ടി എടുത്തോ. ഞാൻ ഇതില് BM-ൽ വരാം. രണ്ടുപേരെ ചോര വണ്ടിക്ക് കയറിയത്, രണ്ടുപേരെ ഓരോ. അതെന്താ ഇടണ്ടേ? എന്താ ട്വിറ്ററിലാണ് എന്തിലാ ഇടണ്ടേ? എല്ലാ പേജ് ഫോണിൽ അപ്ലോഡ് ചെയ്യണോ അതോ മറ്റേ ഇതുണ്ടോ? ആപ്സില് അഡ്വർടൈസിംഗ് അല്ലേ? എല്ലാ വണ്ടി എടുക്കണേ കേട്ടോ. നമ്മള് റോക്കറ്റൊക്കെ ആയിരുന്നു എന്റെ 333 ആയിരുന്നു നമ്പർ. നമ്പർ മറന്നുപോയി. അല്ല ഇവിടത്തെ സിറ്റിയിലെ റോക്കറ്റ് അത്. മിസ്റ്റർ എക്സ് പ്ലീസ് കോൾ 333 ഇട്ടാ പോരെ? നമ്പർ എന്തുണ്ട് അവർക്ക്? എല്ലാ പേജിൽ നമ്പർ എടുക്കാൻ പറ്റും. ആണോ? മിസ്റ്റർ എക്സ് പ്ലീസ് കോൾ എന്നിട്ടാ മതിയോ? മതി. അത് മെക്കാനിക് ഏതെല്ലാം സെലക്ട് ചെയ്തോ? അതെവിടെയാ കാറ്റഗറി സെലക്ട് ചെയ്യുന്നത്? സെലക്ട് ഫിൽട്ടർ, അതാണോ മെക്കാനിക്? ഫിൽട്ടർ. ഓ വേണ്ട, ലോയർ കൊടുക്കട്ടെ. അതാണോ നല്ലതല്ലേ? ട്രാൻസാക്ഷൻ ഫീ $50,000. നിർത്തടാ. സൂപ്പർ സൂപ്പർ. ആണല്ലേ? നിങ്ങക്ക് മേളിലോട്ട് വെക്കാം കേട്ടാ, അതാകുമ്പോ ഇവിടെ നിങ്ങക്ക് എല്ലാം കാണാം. ഇവിടെ മേളിലൊന്നും ഇല്ല സത്യം പറഞ്ഞ. ഹലോ ഒന്ന് മീറ്റ് ചെയ്യണമായിരുന്നു ഞങ്ങൾക്ക്. ഞാൻ ടിവിയുടെ ലീഡറാണ് പരന്തുവാസു. നിങ്ങൾ ഇപ്പോ എല്ലാരും വന്നിട്ടുണ്ടോ? എല്ലാരും അവൈലബിൾ ആണോ ഇപ്പൊ മീറ്റ് ചെയ്യാനായിട്ട്? മീറ്റ് ചെയ്യാൻ എല്ലാ മെമ്പേഴ്സും, മൊത്തം മെമ്പേഴ്സും ഇല്ല ആക്ച്വലി. ലൈക്ക് നമ്മൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പേര് തിരക്കാണ്. മറ്റേ സിറ്റിയിൽ നിന്ന് എല്ലാവർക്കും ഇത് കിട്ടിയില്ല. നമ്മൾ പഴയ സ്ഥലത്തുനിന്ന് വന്നതേ ഉള്ളൂ. എയർപോർട്ടിൽ വന്ന് ഇറങ്ങി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ നോ വറീസ്. അപ്പോ നിങ്ങളിപ്പോ വരുവാണെങ്കിൽ 9393 വന്നോളൂ. 9393 അല്ലേ? ഓക്കെ മിസ്റ്റർ എക്സ്, അവിടെ വന്നിട്ട് കാണാം. പുറത്ത് എന്തോ പറഞ്ഞിട്ടിരുന്നത് കട്ടായി പോയി, കട്ടായി കളഞ്ഞ ചേട്ടാ. എങ്ങനെ കോള് വിളിക്കും? ഇതെങ്ങനെ കോള് വിളിക്കും?
ഹലോ ആ പറഞ്ഞോളൂ അല്ല വിശ്വാസം. എന്തോ പറയാൻ വന്നപ്പോ കട്ടായി പോയായിരുന്നു അതാ. അത് തന്നെ, നിങ്ങൾ എത്ര 10 മിനിറ്റ്സിലാണോ എത്തുന്നത്? നമുക്ക് ഇവിടെ ഒന്ന് കുറച്ച് അറേഞ്ച്മെന്റ് ചെയ്യാനാ. ഞങ്ങളിതാ ഇപ്പൊ ഞങ്ങളിവിടെ ഡ്രസ് ഷോപ്പിൽ അവിടെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് അവിടോട്ട് വരുന്ന താമസം. ഓക്കെ ഓക്കെ, നോ വറീസ് നോ വറീസ്. നിങ്ങളെ ഞാൻ പറയാൻ വന്നേ, പുറത്ത് വന്നിട്ടൊന്ന് ഇൻഫോം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഗാർഡ്സ് കാണും. ഓ ഓക്കെ കാറകത്ത് വരാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഷുവർ 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 ഷുവർ. ശരി ശരി. വണ്ടി മനസ്സിലോട്ട് ഒഴിച്ച് നമുക്ക് പാർക്ക് ചെയ്യാം. എല്ലാരും ഓരോരോ കാർ വെച്ച് പാർക്ക് ചെയ്തു ബാക്കിലോട്ട്. ഗേറ്റ് അടുപ്പിച്ചിട്ടോ. സാർ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് അകത്തോട്ട് അനുവാദം ഓ ഓക്കെ ഓക്കെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ വാസവ ബോയ്സും വാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ ഇവിടെ കൊണ്ടിട്ട് അന്ന് ഇപ്പുറത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടിട്ട്. എല്ലാരും വാ. നിങ്ങള് ഫോർമേഷനിൽ ഒന്ന് നിൽക്കാവോ? ഓ നിക്ക്. എടാ ഫോർമേഷൻ. അണ്ണാ ഫസ്റ്റ് എടാ 3 ലൈൻസ്. ഞാൻ പറയുന്ന ആൾക്കാർ ഫ്രണ്ടിലോട്ട് വരണേ. കണ്ണാപ്പി വാ ഫ്രണ്ടില് അടുക്കുവാ. ആ അതിന്റെ ഇപ്പുറത്ത് ബാല ഞാനിതൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. അല്ല എന്റെ ബാക്കി വന്നില്ലേ? ഓക്കെ, ഒരാളും കൂടി അപ്പുറത്തെ സൈഡ്. കണ്ണാപ്പിന്റെ അപ്പുറത്ത് സുനി വന്നില്ല അപ്പുറത്തെ സൈഡ്. അല്ല ഗുലാനോടെ ഗുലാൻ വന്നാണ്. ഒരാളും കൂടി വാ. സുനി ബാലന്റെ അപ്പുറത്ത്. എടാ മാസ്ക് ഇട്ടവരൊക്കെ മാസ്ക് റിമൂവ് ചെയ്യണം കേട്ടാ. സുനി ഇപ്പുറത്താ. ഇവിടെ നാലാമത്തെ പേസില് ബാലന്റെ അപ്പുറത്ത്. അവര് നിങ്ങളെ വെഹിക്കിൾ ആണോ? എന്തോ അവര് നിങ്ങളെ വെഹിക്കിൾ ആണോ ഇപ്പൊ വന്നത്? അല്ല തോന്നുന്നു. നമ്മുടെ എല്ലാരും ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളവരനുസരിച്ച് ഇന്നാണ്ട്രാ ബാക്കില് ബാലന്റെ ബാക്കില്. RDC ആണോ ഇത്? RDC എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല ബ്രോ ഇവിടെ. RDC ഇല്ല. RDC എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല ബ്രോ ഇവിടെ. ഇവിടെ ആദ്യമായിട്ട് നമ്മള് ഗ്യാങ് തുടങ്ങുന്നതിന് മുമ്പ് ഇവരെ മീറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. റെഡിയായോ? സർ റെഡിയായോ നിങ്ങള്? അതെ റെഡി. അവരെ അങ്ങോട്ട് കൊണ്ടുവരട്ടെ? സോ ഇതേ ഫോർമേഷനില് അങ്ങോട്ട് വന്നോളൂ. ഫോർമേഷൻ രണ്ടുപേരും ഇതപ്പോ സുഖമില്ലാത്തോടെ ഞാൻ കയറുന്നത്. എന്താ പാപ്പോ രണ്ടുപേരും ആരെല്ലാം കയ്യിൽ എന്തെങ്കിലും വെപ്പൺസ് എല്ലാം ഉണ്ടോ? സ്റ്റീൽ ഡിൽഡോ എന്തോ ഡിറ്റക്ട് ആയതാണ്. കണ്ണാപ്പിയുടെ വെപ്പ് സ്റ്റീലാണ്. അതാണ്. സംസാരം മതി. എന്റെ പേര് പരന്തുവാസ്. Yes, so welcome to Mr. X and Associates. Oh, thank you So so this is our team and Cage. Okay. Hi guys. ഹായ് ഹലോ. Yeah. എല്ലാവരും യാത്രയെല്ലാം സുഖമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓ സുഖമായിരുന്നു. ശബ്ദം കുറവാണ്. കുറച്ചൊന്ന് കൂട്ടാൻ പറ്റുമോ? പുറകെ ഇരിക്കുന്നവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ കേൾക്കുന്നില്ല? എല്ലാരും കേൾക്കുന്നില്ലേ? നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഓ ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്. അതെ ഓക്കെ. സോ വെൽക്കം ടു മിസ്റ്റർ എക്സ്. നമ്മളെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് പരിചയപ്പെടാം. So my name is Sander Cage. So I am the current boss of Mr. X and Associates. Okay. And
ആൻഡ് യു ഓൾറെഡി ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി മിസ്റ്റർ KK പരിചയപ്പെട്ടു. ആ അതെ അതെ അതെ. പരിചയപ്പെട്ടില്ല, ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന് പോരുന്നു. Myself, KK. ഹായ്. ആൻഡ് ദിസ് ഈസ് മൈ പാർട്ണർ JP. ഓ ഹായ്. Hello. ഹായ്. സോ ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്താം. വോയിസ് ഒന്ന് പരിചയപ്പെടുത്തില്ല ഫ്രണ്ടിലേക്ക് ഒന്ന്. ഹായ് ഗായ്സ്, ഞാൻ മാറ്റ് മർഡോക്ക്, ഓ. മിസ്റ്റർ എക്സിന്റെ ലീഗൽ അഡ്വൈസർ ആണ്. ഓഹോ ഹായ്. ഓക്കെ, ഹായ്. ഹായ്. എൻ്റെ പേര് സോറോ, ഞാൻ വൺ ഓഫ് ദ അസിസ്റ്റന്റ് മാനേജേഴ്സ് ഓഫ് മിസ്റ്റർ എക്സ്. ഓക്കെ ഹായ്. Hello, Zach Martin, one of the other assistant manager. ഓ ഹായ്. KJ കില്ലാൻ സാധിക്കില്ല ബട്ട് മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ. നമ്മൾ ഇരിക്കും. ഒന്ന് അസിസ്റ്റ് ചെയ്തേ. ഓ ഓക്കെ. നിങ്ങൾ ഇച്ചിരി എണ്ണിട്ട് കണ്ട. അയ്യോ വാസു സത്യം. ഇപ്പൊ ചെയ്യുമ്പോ ഇത് വാല ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ഇപ്പൊ സെറ്റ് നേരെ നോക്കുവാണ്. everyone seated, KK. 2222 ആരും ജോയിൻ ചെയ്യാം. ഓക്കെ എല്ലാരും 2222 എടാ റേഡിയോ. 22.22 ആണ്. 22.22 സോറി. ഓക്കെ. Okay. ഓ നശിച്ചു കേട്ടോ, ഇനി തറയിലിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ മയില്. ഓക്കെ അല്ലേ? എടാ റേഡിയോ എത്ര ആയിരുന്നടാ? ഓക്കെ ഓൾ ഗുഡ്. ഒരുത്തൻ അവിടെ തറയിലിരുന്ന് ദേവൻ. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഓ ഓക്കെ, ഞാൻ പരിചയപ്പെടുത്തിയല്ലോ ഓൾറെഡി. ഓ. സോറി. സോ ഇനി നമുക്ക് നിങ്ങൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. എനിക്ക് എല്ലാവരും പരിചയപ്പെടാൻ താല്പര്യമുണ്ട്. ഓക്കെ. ഞാനാണ് ആക്ച്വലി ഈ ഗ്യാങ്ങിൻ്റെ ലീഡർ. എൻ്റെ പേര് പരന്തുവാസം എന്നാണ്. നമ്മുടെ ഗ്യാങ്ങിൻ്റെ പേര് തക്കുടുവാവ അധോലോകം എന്നാണ്. സോ ഞങ്ങൾ ഓരോരുത്തർ ഞങ്ങളുടെ ഇപ്പോൾ 2 കോ-ലീഡേഴ്സ് ഇന്ന് ആക്ച്വലി ഞങ്ങൾ 3 കോ-ലീഡേഴ്സ് ഉണ്ട് നമുക്ക്. 3 കോ-ലീഡേഴ്സും ഒരു ഗാർഡിയനും അതുപോലെ ഒരു ഗോഡ് ഫാദറും ആണ് നമുക്ക് മെയിൻലി നമ്മുടെ ഗ്യാങ്ങിൽ വരുന്ന ഹൈറാർക്കി എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഗോഡ് ഫാദറും വന്നിട്ടില്ല. അതുപോലെ തന്നെ 2 കോ-ലീഡേഴ്സ് നമ്മുടെ എത്തിയിട്ടില്ല. ലൈക്ക് അവർ മറ്റേ സിറ്റിയിൽ നിന്ന് ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. നമ്മൾ ഒരുമിച്ച് വന്നതായിരുന്നു, അവർക്ക് ടൈം തെറ്റിപ്പോയതുകൊണ്ട് ഫ്ലൈറ്റിൽ കയറാൻ പറ്റിയില്ല. അപ്പം നാളത്തേക്കാണ് അവർക്ക് ഫ്ലൈറ്റ് ഉള്ളത്. ആ അതെ. നിങ്ങൾക്ക് ഇത് എണീറ്റ് നിന്ന് പറയണമെന്നില്ല. നമുക്ക് ആ ഒരു സീറ്റ് ഇൻഫർമേഷൻ തെറ്റുന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് തന്നെ പറഞ്ഞാലും മതി. ആ ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ ഞാനാണ് ലീഡർ. അപ്പോൾ നമ്മുടെ ഒരു കോ-ലീഡർ, അടുത്തൊരു ആക്റ്റീവ് കോ-ലീഡർ ഉണ്ട്. അപ്പോൾ പരിചയപ്പെടുത്തി. എന്റെ പേര് ബെല്ലാരി രായനാണ്, ടിവിയുടെ കോൾ ലീഡർ. ബെല്ലാരി കോൾ ലീഡർ ആണ്. വേറെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ സിറ്റി കണ്ടു, ഇഷ്ടപ്പെട്ടു. സിറ്റിയിലെ ഓരോ ആക്ടിവിറ്റീസും കണ്ടു. അപ്പൊ നമുക്കിവിടെ ഒരു ഗ്യാങ് ആയിട്ട് തന്നെയാണ് കളിക്കാൻ താല്പര്യവും. ലൈക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന് ലൈക്ക് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്താണ് മിസ്റ്റർ എക്സ് എന്നും കൂടി അറിഞ്ഞാൽ കൊള്ളായിരുന്നു, ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതെ, അതിലേക്ക് വരാം. ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിട്ട് നമ്മുടെ ബാക്കി ഇൻട്രോ ചെയ്യാന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് ആദ്യം പരിചയപ്പെടാലോ. അതുകൊണ്ടാണ് ഓക്കെ. ഓരോരുത്തരായിട്ട് അടുത്തത്. ഞാൻ കണ്ണാപ്പി. ഓക്കെ, ജർമ്മൻ കണ്ണാപ്പി. നൈസ്. അവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടാവൻ. ഞാൻ ടി.വി. സുനിമോൻ. അവന്റെ ആറ്റിറ്റ്യൂഡ് നോക്കിയ ഗൈസ്, അവന്റെ ആറ്റിറ്റ്യൂഡ്. ഞാൻ ഷേക്ക് മടവാളൻ. ഞാൻ കുലാൻ, ഗാർഡിയൻ ആണ്. ഞാൻ സാവേജ് മെമ്പറാണ്. ഹലോ സാവേജ്. മെമ്പർ ആണെന്ന് മെമ്പറാണ്. ഹലോ ആ വല പരിചയപ്പെടുന്നു. ഇൻട്രൊഡ്യൂസ് റേഡിയോ കയറില്ല. കുഴപ്പമില്ല.
നീ ഹലോ റേഡിയോയിലില്ല? 22 റേഡിയോ കേക്കാൻ വയ്യ. സോറി ഗൈസ്, ഞാൻ ബാലൻ കെ നായർ. ഹായ് ബാല. Hi, Bala. ഞാൻ ടൈപ്പ് മെമ്പറാണ്. ഹലോ സ്നേഹ്. ഞാൻ കിണ്ടി മാഡി കിണ്ടി മെമ്പറാണ്. ഹലോ മിസ്റ്റർ കിണ്ടി. ഞാൻ കിണ്ടി. വില്ലുമോൻ മെമ്പറാണ്. ഹായ്. ഞാൻ ഓക്സി മെമ്പറാണ്. ഹലോ ഹായ് ഓക്സി. ഞാൻ കെവിൻ യേഗ ഫിൽട്രൈസിലാണ്. ഫിൽട്ടർ ഈജിയിലാണത്. മിസ്റ്റർ എപി ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഇപ്പോഴും കണ്ടത്. Hey, with the white. ആക്ച്വലി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും എല്ലായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മൾ പണ്ട് പരിചയമുള്ള ആളായിരുന്നു. അപ്പം നമുക്ക് ഇവിടുത്തെ സിറ്റിയിലെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മൾ ഇതിനു മുമ്പ് നിന്നിടത്ത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. Thank you, P. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് ഇടം പരിചയപ്പെട്ട സ്ഥിതിക്ക് കാര്യങ്ങൾ പറയാം. വി ആർ മിസ്റ്റർ എക്സ് ആൻഡ് അസോസിയേറ്റ്സ്. ഓക്കെ. സിറ്റിയിലെ ലീഗൽ ആൻഡ് ഇല്ലീഗൽ ആക്ടിവിറ്റീസിലേക്ക്, ലീഗൽ ആൻഡ് ഇല്ലീഗൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബിസിനസ്സാണ്. ബിസിനസ് ഐഡിയാസ് ആൻഡ് ബിസിനസ് ഓപ്പറേഷൻസ് ആണ് നമ്മളിവിടെ സിറ്റിയിൽ കൂടുതലും ചെയ്യുന്നത്. ലീഗൽ സൈഡ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഇല്ലീഗൽ സൈഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലീഗൽ സൈഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഫാമിലി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സിറ്റിസൺ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബിസിനസ് അതിൻ്റെ വിധത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക്കലി സിറ്റിയിലെ ഓരോ ബിസിനസ്സും എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് ഹയർ ചെയ്യുന്നതും ഞങ്ങളാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ലീഗൽ സൈഡിലുള്ള റൂൾസ് കാര്യങ്ങൾ വരുന്നത്. അതേപോലെ നിങ്ങൾക്കറിയാലോ, നമുക്ക് ഭക്ഷണത്തിനുള്ള ആവശ്യങ്ങളില്ല, നമുക്ക് കട, അതേപോലെ ഡ്രസ്സ്, റൂം, അങ്ങനത്തെ കുറെ ആവശ്യങ്ങൾ വരുമ്പോൾ അതിന്റെ ലീഗൽ സൈഡ് ചെയ്യുന്നത് നമ്മളായിരിക്കും. ഇനി ഗാങ്സിന്റെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് മീൻസ് പറഞ്ഞ ഫേസ് ആണ്. സിറ്റിസൺസിനും മറ്റുള്ളവർക്കും ഞങ്ങളുടെ ലീഗൽ സൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഞങ്ങളുടെ ഇല്ലീഗൽ ഫീസ് കൂടുതൽ അറിയാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ. സോ ഇല്ലീഗൽ സൈഡിൽ നമ്മൾ എന്താണ് ആക്ടിവിറ്റീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഗ്യാങ് ആയിട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട കൺസൈൻമെന്റ്സ്, അതേപോലെ നിങ്ങൾക്ക് വേണ്ട ഇല്ലീഗലി ഉള്ള എല്ലാ ആവശ്യങ്ങളും, ഇല്ലീഗൽ ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും എല്ലാം വേണ്ടിയിട്ട് ഞങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക്കലി നിങ്ങളുടെ ഗൺ മെറ്റീരിയൽസ്, ഗൺസ്, ക്രാഫ്റ്റിംഗ് തിങ്സ് ആൻഡ് നിങ്ങളുടെ ഇല്ലീഗൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇതിന്റെ എല്ലാം ഓപ്പറേഷൻസും കാര്യങ്ങളും ഞങ്ങളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളത് ഞങ്ങളുടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ ലീസിന് കൊണ്ടുവന്ന പോലെ കൊണ്ടുപോകും. അതിൽ നിന്നൊരു ഓഹരി ഞങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റിന്റെ എങ്ങനെ വിറ്റുവരവനുസരിച്ച് അതിൽ നിന്നൊരു ഓഹരി ഞങ്ങൾ ഈടാക്കും. ഓക്കെ, സോ ഒരു ഡൗട്ടായിട്ട് ചോദിച്ചോട്ടെ. അപ്പോൾ നമുക്ക് ഈ ഗ്യാങ്ങിന് മുകളിൽ ഒരു ഹൈറാർക്കി എന്നുള്ള രീതിയിലാണോ ഇപ്പം മിസ്റ്റർ എക്സ് ആക്ട് ചെയ്യുന്നത്? ഇവിടെ ഗ്യാങ് ആയിട്ട് തന്നെ ഇരിക്കും. ഗ്യാങ്ങും നമ്മളായിട്ട് വേറെ ഒരു രീതിയിലുള്ള കോണ്ടാക്ട്സും കണക്ഷൻസും ഉണ്ടാവില്ല. മീൻസ് ഗ്യാങ്ങിന്റെ റൂൾസ് എല്ലാം ഗ്യാങ് തന്നെയാണ് തീരുമാനിക്കുന്നത്. അവിടെ ഇവിടെ ചോദിക്കാനൊന്നും ആരുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ആക്ടിവിറ്റീസിനുള്ള ഐറ്റംസ് ആണ്. ബേസിക്കലി നമ്മളൊരു ബിസിനസ് ആയിട്ടാണ് ഇപ്പൊ സൈൻ അപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളും ബിസിനസ് ആണ് ഇവിടെ നമ്മൾ സൈൻ അപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് RDC കോൺസെപ്റ്റ് അല്ല ഗൈസ്. ഓവർ പവർ ആയിട്ടോ അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ ഇല്ല. നിങ്ങളുടെ ഇല്ലീഗൽ ആയിട്ടുള്ള ബിസിനസ്സിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾക്ക് തുടർന്ന് സൈൻ ചെയ്യുന്നത്. ഓക്കെ. സോ അപ്പം ഈ കൺസൈൻമെന്റ്സ് ഒക്കെ നിങ്ങളായിരിക്കുമോ ഹോസ്റ്റ് ചെയ്യുന്നത്? യെസ്, കൺസൈൻമെന്റ്സ് എല്ലാം നമ്മളാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. മീൻസ് ഇല്ലീഗൽ ആയിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗൽ ഗൺ ഷോപ്പ്, ഇല്ലീഗൽ ആയിട്ടുള്ള ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ബേസിക്കലി കൺസൈൻമെന്റ്സ് നിങ്ങൾ കറന്റ്ലി ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ല. ഇപ്പൊ നമ്മൾ എല്ലാ ഗാങ്സിനും അവരുടേതായിട്ട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടെങ്കിലും ഗൺ ഷോപ്പ് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ല. അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എല്ലാവരും കൂടി ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലാ ഗാങ്സിനും നമുക്കൊന്ന് ഒരു മീറ്റിംഗ് എല്ലാവരും വിളിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെയിൻലി നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഹോം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൗസ്, ഗാങ് ഹൗസ് എവിടെയാണോ വേണ്ടത് അതിനുള്ള പ്രോപ്പർട്ടി നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മേടിച്ച് സെറ്റ് ചെയ്ത് തരും. നിങ്ങളുടെ ഗ്യാങ് വെഹിക്കിൾ നിങ്ങൾക്ക് ഏതിനാണ് വേണ്ടത് അതിന്റെ സ്റ്റിക്കർ വർക്ക്, പാർട്ട് വർക്ക് എല്ലാം നമ്മൾ എഞ്ചിൻ വർക്ക് എല്ലാം ചെയ്ത് നമ്മൾ തരും. അതുപോലെ തന്നെയുള്ള നിങ്ങളുടെ ഡ്രസ്സ്, അതിന്റെ എല്ലാം ഓൾട്ടറേഷൻ കാര്യങ്ങളെല്ലാം നമ്മളായിരിക്കും ചെയ്യുന്നത്. ഇതെല്ലാം ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് എല്ലാ ആക്ടിവിറ്റി പ്രോഗ്രാം ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ നിന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതെല്ലാം ഡിസ്ട്രിക്ട്സ് ത്രൂ ആയിരിക്കും വരുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് കറന്റ്ലി നമ്മൾ ഇല്ലീഗൽ ഓപ്പറേഷൻസ്, അതായത് ഗൺ ഷോപ്പ് അതൊക്കെ ആക്റ്റീവ് ആവുന്നത് വരെ
ഗ്യാങ്ങിന് സർവൈവ് ചെയ്യാനുള്ള ഗ്രൈഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇല്ലീഗൽ ഐറ്റംസ് ലൈക്ക് ഗൺസ്, മെയിൻലി ഗൺസ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നത് മിസ്റ്റേക്കിന്റെ സൈഡിൽ നിന്നായിരിക്കും. നിങ്ങളത് കൺസൈൻമെന്റ് ത്രൂ ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുക. കൺസൈൻമെന്റ് ത്രൂ നിങ്ങളത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൊണ്ടുപോയി സെൽഫായിട്ട് ക്രാഫ്റ്റ് ചെയ്യാം, യൂസ് ചെയ്യാം, സെല് ചെയ്യാം. ദാറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, ഓൾ ക്ലിയർ. പിന്നീട് നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഇവിടെ നമുക്ക് നിങ്ങളെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നമ്മളെല്ലാം ചെക്ക് ചെയ്ത് സ്ഥിതിക്ക്, സോ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്കായിട്ടൊരു ജസ്റ്റ് ഒരു ടാസ്ക് എന്ന് പറയാനല്ല, നിങ്ങൾക്ക് സിമ്പിൾ ജോബ് ആയിരിക്കും, ബട്ട് ജസ്റ്റ് ലൈക്ക് എ ടാസ്ക് നിങ്ങൾക്ക് ഒരു കാര്യം അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് മിസ്റ്റർ കെ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. കെ ഓക്കെ. സോ ഗൈസ്, നമുക്കിവിടെ ഒരു വോൾട്ട് എന്ന സംഭവം ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ പീരീഡ് കണ്ണ് വെട്ടിച്ച് നമുക്ക് എത്തിച്ചു തന്നു കഴിഞ്ഞാൽ ഇൻ റിട്ടേൺ നിങ്ങൾ ഗ്യാങ് ആയി തുടക്കത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് ഇന്ന് ചെയ്യണോ നമ്മള്? അതെ അതെ അതെ. ഓക്കെ, സോ അത് എങ്ങനെ ഇത് ലൈക്ക് പീഡിയുടെ കൺവെട്ടിച്ചെന്ന് പറയുമ്പോൾ ലൈക്ക് അവരായിട്ട് ഫൈറ്റ് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരുമോ? ഫൈറ്റ് എടുക്കണ്ട, ലൈക്ക് നിങ്ങൾക്ക് അത് ചേസിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങൾക്കൊരു ഇടിവണ്ടി വരെ ഉണ്ടാവും, പ്രൊട്ടക്ഷൻ വണ്ടി നമുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങളെ ഒരു പെട്ടിയാണ്, വലിയ പെട്ടിയാണ്, അത് ഓടിച്ച് ഞങ്ങൾ സാൻഡി എയർഫീൽഡ് എത്തിച്ചു തന്നാൽ ബാക്കി നിങ്ങളുടെ ഒരു ഗ്യാങ്ങിന് ആവശ്യമുള്ള ഗൺസ് ആണല്ലോ, സോ നിങ്ങളുടെ എല്ലാവർക്കും അത് 30 പേർക്കുള്ള ഗണ്ണും കാര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ എല്ലാ ഡീൽസും വി ബേസിക്കലി ആർ ബിസിനസ്, എവറിത്തിങ് ഈസ് ഓൺ ബിസിനസ്. ഓക്കെ. ഞങ്ങൾക്ക് ഒരു കൺസൈൻമെന്റ് കിട്ടാനുണ്ട്, മീൻസ് നിങ്ങൾ അത് ഞങ്ങൾക്ക് എത്തിച്ചു തരണം. അതാണ് ബേസിക്കലി ഞങ്ങളൊരു കൺസൈൻമെന്റ് ആണ്, പക്ഷെ ഇതൊരു വാൾട്ട് നമുക്ക് അവിടെ നിന്ന് എത്തിച്ചു തരണം. അതാണ് നമ്മുടെ യെസ് ഒരു വാൾട്ടാണ്. വാൾട്ട് നമുക്ക് അവിടെ നിങ്ങൾ സ്റ്റീൽ ചെയ്ത് നമുക്ക് കൊണ്ടുതരണം. നമ്മൾ നോർമലി കൺസൈൻമെന്റ് ആണ് കൊടുക്കാറ്. നിങ്ങൾക്ക് ഫൈറ്റ് കാര്യങ്ങളെല്ലാം യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഫൈറ്റ് എടുക്കണമെങ്കിൽ എടുക്കാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും. വിത്തൗട്ട് ഫൈറ്റ് ഇഫ് യു ക്യാൻ, ദാറ്റ് ഈസ് ഗുഡ്, ബെറ്റർ. ലൈക്ക് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇല്ല, നമുക്ക് ഫൈറ്റ് എടുക്കാൻ ഇനിഷ്യലി ഗൺസ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ ഇപ്പൊ. ഹലോ, ഓഡിബിൾ ആണോ? ഹലോ, അല്ല ഗൺസ് ഒക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. നമ്മളിപ്പം എന്തായാലും നമ്മള് ജീവൻ മരണ പോരാട്ടമാണല്ലോ നടത്തുന്നത്, ഗൺസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യത്തില്ലേ? അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയും. ഓക്കെ, ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കേൾക്കാം? ഓഡിബിൾ ആണോ? ഓക്കെ, നിങ്ങൾ നമുക്ക് ചെയ്തേണ്ട ഇത്രയാണ്. നമ്മുടെ ഒരു വാൾട്ട് ഒരു ബാങ്കിൽ ഉണ്ട്. ആ വോൾട്ട് നമുക്ക് വേണ്ടി നിങ്ങൾ എത്തിച്ചേരണം. ആ വോൾട്ട് അവിടെ കവറപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് വേണ്ടി എത്തിച്ചേരണം. നിങ്ങൾക്ക് ഫൈറ്റ് സിറ്റുവേഷനിലോട്ട് പോകണ്ട. നിങ്ങൾ പീരീഡ് കണ്ടു വെട്ടിച്ച് നിങ്ങൾ സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചു തന്നാൽ മാത്രം. ഫൈറ്റിങ് എടാ ഫൈറ്റ് ചെയ്യണ്ട, അത് നമുക്ക് ഇവിടെ എത്തിച്ചു കൊടുത്താൽ മതി. അവർക്ക് കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇവിടെ എത്തിച്ചേരാം. ഇല്ല, കറന്റ്ലി അത് ഡിപെൻഡ് ഓൺ യു. നിങ്ങൾ അത് സേഫ് ആയിട്ട് മനസ്സിലായി. ഞങ്ങൾ ഡീൽ ചെയ്തോളാം സാർ. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളെ അറേഞ്ച് ചെയ്ത് ഓക്കെ എവിടെയാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ കൂടെ വിടും. ഓക്കെ. നിങ്ങളിതൊരു ടാസ്ക് ആയിട്ട് നിങ്ങൾ ആ ഇതെടുത്ത് കഴിയുമ്പോഴത്തേക്ക്, അതായത് വോൾട്ട് നിങ്ങളുടെ പീഡി കണ്ണി വെട്ടിച്ച് ഒരു സേഫ് ആയിട്ടുള്ള ലൊക്കേഷൻ നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാ പേജ് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ലൊക്കേഷൻ പറയാം. ലൊക്കേഷൻ അതല്ല, എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാല് നമ്മുടെ കയ്യിൽ സേഫ്റ്റി എന്ന് പറയാനൊന്നും ഇല്ല. നമുക്ക് അതിപ്പോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണെങ്കിൽ കൊന്നുകൊണ്ടുവരാം, അല്ലെ ജീവനോട് കൊണ്ടുവരണമെങ്കിൽ ജീവനോടെ കൊണ്ടുവരാം. ഒരു സീനും ഇല്ല. നമ്മളത് എത്തിച്ചിരിക്കും. ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇത് നന്നായിട്ട് ചെയ്തു തരും. അതെ, നമുക്കറിയാം നിങ്ങൾക്ക് ഇതൊരു ടാസ്ക് ആയിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കേസുള്ളൂ. അപ്പൊ ഞങ്ങളത് എത്തിക്കാം, ഇപ്പൊ തന്നെ എത്തിക്കാം. ഇത് നിങ്ങൾക്കൊരു ടാസ്ക് തരണമായിട്ട് വിചാരിക്കും. ഐ നോ നിങ്ങളത് ഞങ്ങൾക്ക് അറിയാം. നിങ്ങളപ്പോ നിങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് മാത്രമായിട്ട് നമ്മളിത് കാണുന്നു. ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായി. ശേഷം
നമുക്ക് ബാക്കിയുള്ള ടാസ്കുകളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിന് ശേഷം സംസാരിക്കാം. ഓ. അതുപോലെ ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ ബിസിനസ് ഐഡിയാസും ഡീൽസും നമ്മളോട് തുറന്നു പറയാം. ഓക്കെ മീൻസ് തുറന്നു പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്നു പറയാം. ഓക്കെ നമ്മൾ ഓൾവേസ് ഹെൽപ്ഫുൾ ആണ്, നമ്മൾ ചെയ്യാനായിട്ട് റെഡിയാണ്. മനസ്സിലായി. നമ്മൾ തമ്മിൽ ഒരു നല്ല ബന്ധം തുടർന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ടും ഞങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാവരെയും വെയിറ്റ് ചെയ്യും. നമ്മുടെ ടി വി എന്ന് പറയുന്ന സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ എന്താ പറയാ, നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാവിധ നിങ്ങളുടെ ഇതിനകത്തുള്ള സഹകരണം ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ എന്തായാലും മുന്നിലുണ്ടാവും. നിങ്ങളും നമുക്ക് വേണ്ടി ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമുക്ക് ഈ ഡീൽ ഇവിടെ നിന്ന് തുടങ്ങാം. യെസ് ഓബിയസ്ലി നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ബിസിനസ് ടീമാണ്. ഞങ്ങൾ ഓൾവേസ് ഞങ്ങൾ കൗണ്ടർ ചെയ്യുന്നത് ബിസിനസ്സിലാണ്. ഞങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം, അതിൽ കൂടെ ഞങ്ങളുടെ പാർട്ട്നേഴ്സിനെ എങ്ങനെ കൂടുതൽ സഹായിക്കാം. ഓബിയസ്ലി ഞങ്ങൾ ബിസിനസ് ആയതുകൊണ്ട് ലാഭം നോക്കും, ബട്ട് കൂടുതൽ നമ്മുടെ പാർട്ട്നേഴ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിനായിരിക്കും ഞങ്ങൾ ശ്രദ്ധിക്കുക. സോ അറിയാലോ, നമ്മളെല്ലാവരും ഈ റെസ്പെക്റ്റിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളെല്ലാവരും എല്ലാവരും വെച്ച് കാണാൻ പരിചയപ്പെടാം. ഇനി എല്ലാവരും പുറത്ത് വെച്ച് കാണാനും പരിചയപ്പെടാനൊക്കെ നല്ലൊരു ബന്ധം തുടർന്നു പോകാനായിട്ട് സാധിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു നെഗറ്റീവായിട്ട് എടുക്കണ്ട, പോസിറ്റീവ് സൈഡിൽ പറഞ്ഞു. മനസ്സിലായി. അപ്പൊ ഈ കൺസൈൻമെന്റ് ഞങ്ങൾക്ക് തന്ന ആദ്യത്തെ ഡ്യൂട്ടി ഞങ്ങളിപ്പം എന്തായാലും ഇപ്പൊ തന്നെ ചെയ്യാം. ഞങ്ങൾ ഈ കൺസൈൻമെന്റ് എത്തിച്ചിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അതെ, ഓക്കെ. ആരാണ് നമ്മുടെ കോർഡിനേറ്റ് ചെയ്യുന്ന? നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. മിസ്റ്റർ വാസു, ലൊക്കേഷൻ അറിയാമല്ലോ, നമുക്ക് സാൻഡിയിലേക്കാണ് എത്തിക്കേണ്ടത്. എവിടെന്നാണ് പിക്ക് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞത് 2 2 സീറ്റർ ആയിരിക്കും. ഒരു 4 സീറ്റർ 2 2 സീറ്റർ. അപ്പം 4 4 8 പേര് മൊത്തത്തില്. 8 പേർക്ക് വരെ പോകാൻ പറ്റും. എടാ കുറച്ചുകൂടെ മുന്നോട്ട് പോകും. സരക്കുണ്ട്. ഇതില് പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താന്നറിയാവോ? ഇതില് ഇപ്പം ഇത് കാണാൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ആഡ് ചെയ്യുന്നത് ഇവിടെ ഈ പുള്ളിയോട് സംസാരിച്ച് ഇതില് അല്ല സ്റ്റാർട്ട് ചെയ്യല്. അതിന് മുന്നേ ജോയിൻ ക്രൂ ഉണ്ടോ? അത് ആരൊക്കെ ചെയ്യണം അവരോട് ചെയ്യാൻ പറ, ജോയിൻ ചെയ്യാൻ പറ. 3 പേരാണ് മിനിമം. 3 പേര്. ഓക്കെ, ഞാനും രായനും സരക്കും 3 പേരും കൂടെ ചെയ്യും. ഞാൻ ചെയ്തേ. ജോയിൻ ഗ്രൂ അടിക്കും സരക്കെ. അതില് ആ പുള്ളിയോട് സംസാരിച്ചാൽ മതി. ഇനി വാസമാണ് സ്റ്റാർട്ട് വോൾട്ട് ഹൈസ്റ്റ് ഞാൻ കൊടുക്കുവാണേ. ഓക്കെ, അവര് പോയി കണ്ടിട്ട് വരട്ടെ. അതില് we need 2 ghost vehicles and insurgent. You need get from LSPD station. Okay, first destination on the map will be marked on the navigation. Okay, after you take the vehicles you should head to the location where the safe is. Blast the wall, hook the hook and start pushing the gas. Once the safe out of the way, you must take a safe to second destination on the map. Open the safe and get Dusty with the money. Okay. സെക്കൻഡ് ലൊക്കേഷനിൽ നിന്ന് നമ്മൾ വോൾട്ട് എടുത്തോണ്ട് ഇവിടെ വരണം. തിരിച്ച് സാൻഡി വരണം. സാൻഡി എയർഫീൽഡിൽ വരണം. ഫൈനൽ ലൊക്കേഷൻ ഇവിടെ അല്ല, സാൻഡി എയർഫീൽഡ്. മാപ്പ് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്ക്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അവിടെ എത്തിച്ചാൽ മതി. അപ്പം തുടങ്ങാം. അതായത് ഈ ഏരിയയിലാണ് തീരുന്നത് ലാസ്റ്റ്. നമ്മളിപ്പോ മാപ്പ് ശ്രദ്ധിച്ചു നോക്കി. ആ മാപ്പ് MRPD എടുക്കുക കിടക്കുന്നത്. അവിടെ ഇവിടെ നമ്മളിപ്പോ MRPDയിലോട്ട് പോകണം. അവിടെ നിങ്ങൾക്ക് വേണ്ട വണ്ടികൾ കിടപ്പുണ്ടാവും. ആ വണ്ടികൾ എടുത്തോണ്ട് വേണം സെക്കൻഡ് ലൊക്കേഷനിലോട്ട് പോകാൻ. സെക്കൻഡ് ലൊക്കേഷനിൽ പോയിട്ട് വോൾട്ട് എടുക്കണം. വോൾട്ട് എടുത്ത് കഴിഞ്ഞിട്ട് 3ാമത്തെ ലൊക്കേഷനാണ് സാൻഡി. കാണുന്നുണ്ടോ? സാൻഡി എയർഫീൽഡ്. അവിടെ വരണം. അതാണ് ആ പ്ലാനിലുള്ളത്. ബായ കോടി ആ ഡിഫൻഡറിലോട്ട് പോയോ?
സരക്കറിയില്ലേ ഇത് കയറാൻ പറ. സരക്ക് ഇത് കേറാ BMW കേറാ. വണ്ടി ഇതിൽ കയറാം. ഷാജിപ്പാപ്പൻ ഷാജിപ്പാപ്പൻ അവിടെ മറ്റേ അടുത്തോട്ട് എത്തിയാൽ മതി. ഓക്കെ പോട്ടെ. എംആർപിടി അറിയാവോ? വാസുവൻ അവിടെ ഫ്രണ്ട് ഇവിടെ അല്ല അപ്പുറം ലെഫ്റ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് ലെഫ്റ്റ് ചെയ്ത് ഇവിടെ വണ്ടി ഉണ്ടോ? ഓക്കെ ഇവിടുന്ന് ഇതാണ് ഞാൻ പറഞ്ഞ 2 2 സീറ്റർ ഒരു 4 സീറ്റർ. ഓക്കെ ഇതില് സ്പ്ലിറ്റ് ചെയ്ത് വണ്ടി എടുത്താൽ മതി. ഓക്കെ ഒരു വണ്ടി വാസുവൻ ഒരു വണ്ടി എടുക്കുക, സരക്ക് ഒരു വണ്ടി എടുക്കുക. ഓ ഞാൻ എടുക്കാം വാ. ടൈം റിമൈനിങ് പോണ വഴിന്ന് വണ്ടി മാറ്റാടാ. എന്തായാലും വണ്ടി ഇറക്കാണ്ടാവും. വണ്ടി മാറ്റി കിട്ടും. ഇതില് മിനി ഗെയിം ഉണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. സരക്കെ അറിയാമോ അത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് താഴോട്ട് നീക്കുമ്പോഴേ ഒരു കുണുന്നൊരു ശബ്ദം കേൾക്കും. അത് കഴിയുമ്പോൾ മറ്റേ സൈഡ് നീക്കുക. എന്നിട്ട് വീണ്ടും താഴോട്ട് 1 2 3 4 വീണ്ടും വീണ്ടും ലെഫ്റ്റ് സൈഡിലെ താഴോട്ട് നീക്കുക. വീണ്ടും അതേ സൗണ്ട് കേൾക്കുമ്പോൾ അത് കറക്റ്റ് ആണ്. മനസ്സിലായോ? ഇതെന്ത് ജി അടിച്ചിട്ട് എച്ചോ ഇതെന്താണ്ടി? അത് കംപ്ലീറ്റ് ആയോ? ആയിരം കൂടെ പറഞ്ഞു കൊടുത്തിട്ട്. ഹലോ ചെയ് ഇതിനകത്ത് എങ്ങനെ ഇറങ്ങുന്നേ? സാറേ ഇറങ്ങാൻ പറ്റത്തില്ല സാറേ. കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇല്ല അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നേ? അതല്ലടാ മിണ്ടാതിരിടാ. അങ്ങനെ അല്ലടാ ചെയ്യുന്നേ. പുള്ളി പറഞ്ഞു തരട്ടെ. പറഞ്ഞു ചേട്ടാ പറഞ്ഞോ ബ്രോ. ഹലോ 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 കേക്കാവോ? ഹലോ. ഇതെങ്ങനെയാണ് ഇത്? എന്താണ് മാച്ച് ചെയ്യേണ്ടത്? അതായത് സാർ അത് അപ്പാര ഡൗൺ ആരെ അടിക്കുമ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കുമ്പോ അത് കറക്റ്റ് വെച്ചാൽ മതി. സൗണ്ട് കേൾക്കുമ്പോ സാറ് സൗണ്ട് കേൾക്കും. ഒരു വെറൈറ്റി സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേൾക്കുന്നിടത്ത് അവിടെ തന്നെ വെക്കുക. അടുത്തത് റൈറ്റ് ആരോ അടിച്ചിട്ട് അടുത്തത് സെയിം അതുപോലെ തന്നെ വെക്കുക. സെയിം ഒരു സൗണ്ട്, ഒരു നോർമലി കേൾക്കുന്ന സൗണ്ട് അല്ലാതെ വേറെ സൗണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ലെഫ്റ്റ് സൈഡില് 4 ഇത് കാണുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡില് ആദ്യത്തെ ലോക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ അനക്കുക. മനസ്സിലായോ? റൈറ്റ് സൈഡിൽ അനങ്ങുമ്പം ഒരു വ്യത്യസ്ത സൗണ്ട് കേൾക്കും ഈ ഇതില്. അതാണ് കറക്റ്റ് വയറ്. മനസ്സിലായോ? കഴിവുള്ള എന്തിനാ ഇതൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. പിന്നല്ല സൗണ്ട് കട്ടാവുന്ന റീഫ്രഷ്. ബാക്കിയുള്ളവര് ഫോളോ ചെയ്തോ? മാപ്പിൽ ലൊക്കേഷൻ മാർക്ക് ചെയ്തു. അടുത്ത ലൊക്കേഷൻ മനസ്സിലായോ? എല്ലാരും വണ്ടി എടുത്താ ജി ഞെക്കിയാ സ്റ്റാർട്ട് ആവും. ഒരാൾക്ക് എന്റെ വണ്ടി കയറാവേ. ഒരാൾക്ക് തപ്പി നോക്കും അല്ലേ? ആദ്യമേ ഫോട്ടോ കയറിയാണ് എച്ചേക്കിട്ട്. ഹോട്ട് ഫയർ ആണല്ലേ? എച്ചേക്ക് ഫോട്ടോ കയറ് എന്നിട്ട് ജി ഞെക്കി സ്റ്റാർട്ട്. അത്രേ ഉള്ളൂ. ഞാൻ ഈ വണ്ടി ഫ്രണ്ടിലോട്ട് പോട്ടോ. മാറ്റി നേരെ ഇവിടുന്ന് റൈറ്റ്. ഇവിടെ നിർത്തിക്കോ. ആ 2 വണ്ടിയും തിരിച്ചിട്ടാൻ പറഞ്ഞോ. കാറ് ആ 2 വണ്ടി തിരിച്ചിട്ടോ. കാർ 2 തിരിച്ചിട്ടോ. ഇതും തിരിച്ചിടണോ? വേണ്ട ബസ് പറയാൻ ഇനി ഞാനൊരു സാധനം തരാം. ഓക്കെ ഇത് പിടിപ്പിച്ചിട്ട് അധികം നേരം അവിടെ നിൽക്കരുത്. ഓക്കെ കേട്ടോ? ഓക്കെ. ആധാർ നമ്പർ എത്ര? 21. ആ കിട്ടിയില്ലേ? ഓക്കെ കിട്ടി. നേരെ ഇവിടെ വരൂ. നേരെ ഇവിടെ കണ്ണ് വെച്ചിട്ട് നോക്കുമ്പോ കാണുന്നുണ്ടോ എന്തേലും? ഇല്ലില്ല. ഉണ്ട്. ഫിക്സ് ചെയ്തിട്ട് വന്നു കേട്ടോ. ഓടിക്കോ. സമയം തീർന്നോ? ഇല്ലില്ല സമയം തീർന്നോണ്ടിരിക്കുന്നു.
ആ ഇത് രായ വോൾട്ട്. ആ ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഇവർ രണ്ടൊരു ഹുക്ക് പിടിപ്പിക്കണം അതിനകത്ത്. 59 37 ഇത് രണ്ടുപേരും അത് വണ്ടിയുടെ അടുക്ക പോയി യൂസ് അടിക്ക്. ബാക്കിൽ പോയി അകത്തിരുന്നോണ്ട് യൂസ് അടിക്ക്. ഇവിടെ എന്താ ഇവിടെ സംഭവിക്കണേ? കുറച്ചുകൂടെ ബാക്കിലോട്ട് എടുത്തിട്ടോ, കുറച്ചുകൂടെ ബാക്കിലോട്ട്. യൂസ് അടിച്ചാ എന്താ പറ്റി? ഒന്നും കാണിക്കണ്ട, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് നീക്കിട്ടോ. യൂസ് അടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാ. യൂസ് അടിച്ചിട്ട് വണ്ടി നിറയിക്കോ സാറേ. വോൾട്ട് കൊണ്ട് കണക്ട്. You need this rope. എന്റെ അമ്മച്ചി, എന്ത് സാധനമല്ലേ? രണ്ടെണ്ണം കണക്ട് ചെയ്യണോ? രണ്ടെണ്ണം കണക്ട് ചെയ്യണം. ഓഹോ, ഇത് മനസ്സിലായില്ലേ? അത് തന്നെ യൂസ് അടിച്ചിട്ട് ഈ അടിച്ചിറങ്ങിയാ മതി. ആ റോപ്പ് യൂസ് ചെയ്യണം. റോപ്പ് യൂസ് ചെയ്തിട്ട് ഈ അടിച്ചിട്ട് ഇറങ്ങിയാൽ മതി. ഈ അടിച്ച് ഇറങ്ങി വന്നില്ല. ഇല്ല, എനിക്ക് കാണിക്കുന്നുണ്ട് ടേക്ക് ദ ഹുക്ക് എന്ന് പറഞ്ഞിട്ട്. വാസവൻ എടുത്ത് ടേക്ക് ദ ഹുക്ക്. യു നീഡ് ദിസ് റോപ്പ്. അപ്പം അണ്ണനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അണ്ണ ഐഡി എന്ന് പറഞ്ഞാൽ 21 ആണ്. 21. സാർ കേറിയിട്ട് യൂസ് ചെയ്തിട്ട് ഈ അടിച്ചത്. ടേക്ക് ദ ഹുക്ക് എന്ന് വെളിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു ബ്രോ. യൂസ് ചെയ്തിട്ട് ഈ കാണിച്ച് ഈ ചെക്കിട്ട് ഇറങ്ങിക്കോ. വന്നില്ലേ? നേരെ അത് കൊണ്ട് കൊടുത്താൽ മതി. പോലീസ് എത്താറായി കേട്ടോ. അറ്റാച്ച് റോപ്പ് ഒറ്റ വോൾട്ട് ഏതാണോ? ഈ ആണോ? അത് തന്നെ. അല്ല, എനിക്ക് അവിടെ എന്തോ FPS നടക്കുന്നുണ്ട്, കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഇനി വണ്ടി എടുത്തോ ഈ വണ്ടി എടുത്തോ. ഇതെടുത്തിട്ട് രണ്ടുപേര് ഫുൾ സ്പീഡിൽ ഫ്രണ്ടിലോട്ട്. വലിച്ചോ, റിവേഴ്സ് വലി റിവേഴ്സ് ഇട്. എന്നിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട്. ആ എടുത്തോ. ആ വലി വീണ്ടും റിവേഴ്സ് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട്. അവിടെ ഫ്രണ്ട് മതിലാ. ഇടത്തോട്ട്. മറ്റേ വണ്ടി കയറ്. ഒരുമിച്ച് ഒരു സൈഡിലോട്ട് പോണേ, രണ്ട് സൈഡിലോട്ട് കൊണ്ടുപോകല്ലേ. ഈ സൈഡിലോട്ട് എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഫ്രണ്ടിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ എടുത്തു. ഒരു സൈഡിൽ കൂടി അതിന്റെ നടുക്കൂടി എടുക്കാൻ പറ്റൂല. എടുത്തോ കുഴപ്പമില്ല. പോട്ടെ, നടുക്കോടെ പില്ലർ നമുക്ക് സാൻഡിലോട്ടാ വേണ്ടേ. സാൻഡിലോട്ട് എടുത്തോട്ട്. വോൾട്ടോ ചിടിച്ചിട്ട് വണ്ടി ഇടി, പോലീസിന്റെ വണ്ടി ഇടി. ശബ്ദം കേൾക്കുന്നില്ല, എനിക്ക് കോളൊന്നും കേൾക്കുന്നില്ല. എന്റെ വണ്ടി കൊണ്ട് ഇടിക്കുന്നത് വോൾട്ട് തിരിച്ചു പറ്റുള്ളൂ. എനിക്ക് ഏത് സൈഡ്? എടാ, ഇവന്മാര് ഡിഫൻഡർ കൊണ്ട് പോലീസിനെ ഇട്ട് കളഞ്ഞോണ്ടിരുന്നാ മതിയെ. വോൾട്ട് ഇടിക്കട്ടെ. പോട്ടെ. ഇവിടെ എനിക്ക് ലോഡായിടാ.
ബാക്കിയുള്ള എല്ലാരും സാൻഡിയില്ല മെയിൻ പോട്ടെ ആ ലൈൻ വെച്ച് രണ്ടുപേരും ഉമ്മ വെച്ച് വെക്കോ. നിങ്ങളെ വിട്ടു പോ. അയ്യോ ഡിഫൻഡർ ബ്ലോക്ക് മറിച്ച് ലൊക്കേഷൻ കാണിക്കുന്നില്ലേ? രണ്ട് പീടി ലെഫ്റ്റ് സൈഡിൽ കൂടി കയറിയേ. ഇതിനെ ഓർമ്മയ്ക്ക് അവര് കയറിയാ പെടുന്നേറ് ഇടിച്ച് മറിച്ചിട്ടുണ്ട്. ഈ ടോളിന്റെ ഇടയ്ക്കൂടെ പോയത് പെട്രോൾ അടിക്കാൻ പറ്റുമോ? ഒരു വണ്ടി കുഴപ്പമില്ല. ആ വണ്ടന്മാരോട് ഫ്രണ്ടിലുള്ള പോലീസിനെ ക്ലിയർ ആക്കി പറ. വീണ്ടും ലെഫ്റ്റ് സൈഡിൽ കൂടി കയറാൻ നോക്കുവാണ്. ഇപ്പൊ ഫ്രണ്ട് വരുവേ നമ്മളെ അവന്മാരെ നോക്കിയാ ലെഫ്റ്റ് സൈഡിലായിവേ നമ്മളായിട്ട് ലെഫ്റ്റ് സൈഡിലായിവേ അവര് വന്ന് ഫ്രണ്ട് വന്ന് ഇത് അമ്മമാരൊക്കെ ചായ കുടിക്കാൻ പോയിരിക്കണ്. മനസ്സിലായി എടാ നീയാണ് അങ്ങോട്ട് പോണത്. അയ്യോ എന്നെ വണ്ടി പറഞ്ഞു മതിലിന്റെ അപ്പുറപ്പുറമായി പോയി വണ്ടി. പാലം കയറണം. പാലം ഇവിടെ കയറിയിട്ട് നേരെ ലെഫ്റ്റ് ഇടേ, അതാണ് എളുപ്പം. ഇടിക്കുന്ന പാലത്തിന്റെ ഇവിടെ എല്ലാരും ആ പാലത്തിന്റെ ലെഫ്റ്റ് അത്രേ ഉള്ളു. വീടിനെ കൊണ്ട് വിടല് പറ. ബാക്കിയുള്ള ഡിഫൻഡറൊക്കെ അവിടെ പോയി. എടാ പീഡി ഇങ്ങോട്ട് വിടല്ലേ. നിങ്ങൾ ഇടിച്ചു തെറിപ്പിക്കുക. ബാക്കി ഡിഫൻഡറൊക്കെ എന്ത് ചെയ്യേ? സൂപ്പർ Need to drop the hook. ഡെലിവറി സേഫ് ആയല്ലേ? പീഡി ക്ലിയർ ആയി പറഞ്ഞാൽ മതി. കണ്ണ് വെട്ടിച്ചിട്ട് കൊടുക്കണല്ലേ പറഞ്ഞേ? കണ്ണ് വെട്ടിക്കണ്ടേ? വെട്ടിക്കാണ്ടല്ലേ ഇപ്പൊ നമ്മളവിടെ നിർത്തിയേക്കണേ? ഇല്ല ഇവിടെ കൊണ്ട് എത്തിച്ചാ മതി. ബാക്കി മിസ്റക്സ് നോക്കിക്കോളും. കണ്ണ് വെട്ടിക്കാണ്ട് ഇനിയിപ്പോ അവര് ഇവിടെ തന്നെ ഇല്ല ബാക്കി മിസ്റക്സ് നോക്കിക്കോളും. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ അങ്ങോട്ടുണ്ടെ ഫിറ്റ് ചെയ്യണ്ട. ഇങ്ങോട്ട് വരണേ ഇല്ല നമുക്ക് അവര് പോയി തിരിച്ചോ. ഹലോ ഹലോ കേക്കാവോ? നിങ്ങൾ പറഞ്ഞ സാധനം സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ദി പിടി നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഹാൻഡിൽ ചെയ്തോളാം പിടിനെ. ഓക്കെ
from next time PD ഉണ്ടെങ്കിൽ we will step away from that. ഒരു കുഴപ്പമില്ല. Okay. ഇവിടെ വരുമ്പോ as we discussed in front of government നമ്മൾ വെറും ബിസിനസ് എൻറ്റിറ്റി ആണ്. മനസ്സിലായി. ഞങ്ങളുടെ തോക്കില്ലാത്തോണ്ടാണ്. അടുത്ത വട്ടം വരുമ്പോ ഇതുപോലെ സൈറൺ ഉണ്ടാവില്ല, ഞങ്ങൾ മാത്രമേ വരുള്ളൂ. അതാണ് നമുക്ക് വേണ്ടത്. ഉറപ്പായിട്ടും നമുക്ക് അവരുടെ മുന്നിൽ നമ്മുടെ ഫേസ് ബ്ലോ ചെയ്യാൻ പറ്റില്ല. അവർ ജീവനോട് ഇവിടെ വന്നാലല്ല നിങ്ങളുടെ മുഖം കാണേണ്ട വരുള്ളൂ. അല്ല നമ്മള് വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ വന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പൊ നിങ്ങൾ തന്ന വണ്ടികൾ ഇത് ഇത്രയും മാത്രമേ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് മനസ്സിലായി സഡൻ ആയിട്ടൊരു പ്ലാൻ അല്ലേ? അല്ല ആക്ച്വലി ഇത് ചെയ്യാനായിട്ട് നമുക്ക് 3 വണ്ടികളാണ്. ഈ 3 വണ്ടികളേ ഉള്ളൂ സാറേ. ഈ വണ്ടി തന്നെയാണ് ചെയ്യുന്നത്, മനസ്സിലായോ? നമുക്ക് ഈ വണ്ടി തന്നെയാണ് നമുക്ക് ഇത് കിട്ടണം. അപ്പൊ അടുത്ത ഇനി തൊട്ട് കൺസ്യൂമൻസ് വരുന്ന സമയത്ത് നമ്മളിവിടെ എത്തിക്കണം. ലൈക്ക് ഇതുപോലെ എത്തിച്ചാൽ മതി. ഈ വണ്ടി തന്നെ അത് ചെയ്യുന്നത്. അല്ല അപ്പൊ 8 പേരാണോ ചെയ്യേണ്ടത്? 6 എത്ര പേര് വരുമെന്നല്ലോ നിങ്ങൾക്ക് ഐഡിയ? എക്സ്ട്രാ 2 വണ്ടി കൂടെ യൂസ് ചെയ്യാൻ പറ്റും. 7 to 8 ആൾക്കാരുണ്ടാവും. ഓക്കെ. സോ നിങ്ങൾക്ക് തരാനുള്ള സാധനം ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഇൻ ചില്യാട് ലേക്ക്. ചില്യാട് ലേക്ക് ഉണ്ട്. ഐ തിങ്ക് മിസ്റ്റർ AP. സോ പ്ലീസ് ബ്രിങ് ദം ഓവർ ദർ. നമ്മുടെ ടീം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഓക്കെ. സോ മിസ്റ്റർ വാസു, ദിസ് വാസ് നൈസ് ബിസിനസ്. താങ്ക് യു. I hope we can go like this only. Yeah, for sure. Okay. Yeah. Okay. Anyway, nice to meet you. Thank you so much. We'll see you again. Yeah. Nice to meet you too. Let's go. അപ്പൊ ഇനി എന്താ ടാസ്ക്? ഇനി നമുക്ക് ഇവരിപ്പോ നിങ്ങൾ ഇതിപ്പോ കൊണ്ടുവന്നതിന് ഇവരൊരു സൈഡിൽ ഗിഫ്റ്റ് ഉണ്ട്. അത് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മള് ചില്യാടിന്റെ ലേക്കിലോട്ട് ചെല്ലണം. ചില്യാട് ലേക്ക്. സത്യം ഇവിടെ തന്നെ. ഇനി രാത്രിയിൽ ഇവിടെ തന്നെ. ഇവിടെ ഇനി കാണണ ടിവിയിലെ കുറെ റൊമാൻറ്റിക് ഹീറോകളുണ്ടല്ലോ. റൊമാൻറ്റിക് ഹീറോ സരക്കൊക്കെ ഇനി ഇവിടെ തന്നെ. പുതിനെ വിളിച്ചല്ലേ? പുതിന മല്ലിയിലയാ? അതാര്? ഓ അറിയാം. പുതിന അറിയാം. ഇല്ല ഇനി രായ ഞാൻ ഒരു കാര്യം പഠിച്ചതെന്ന് പറഞ്ഞ ആരും നോക്കരുത്. അണ്ണൻ പോയാ മുതലേ മുതലുണ്ട്. വെള്ളത്തിൽ മുതലുണ്ട്. ചാടരുത്. അറിയാതെ പോലെ ചാടരുത്. അങ്ങനെ പല പ്രണാമങ്ങളും വരും. ചാടരുത്. മുതലുണ്ട് ചാടി. ഇല്ല സരക്കെ നമ്മൾ ഓൾറെഡി തീരുമാനം എടുത്തൊരു കാര്യമാണ്. ഇനി അന്യഭാഷ ഒരുത്തി നമ്മുടെ കൂട്ടത്തിലോട്ട് വരരുത്. മലയാള വാക്കുകളുടെ അർത്ഥം അറിയാതെ എന്തേലൊക്കെ പറയുന്നത് നമ്മള് കേട്ടോണ്ടിരിക്കണം. തിരിച്ചൊന്നും പറയാനും പറ്റൂല. വാസുവിന് കിട്ടിയല്ലേ പറയാൻ പോലെ ഒരു പോലീസ് കേസ് പറയാം. അതുകൊണ്ടാ പറഞ്ഞത് ഇനി നമുക്ക് ഒരു അന്യഭാഷ വേണ്ട. അതെ അതെ. ആരും വേണ്ടേ? വേണ്ടെങ്കിൽ ഇറങ്ങിക്കോ. നമ്മളിവിടെ വേറെ എന്തൊക്കെയാ പറയുന്നല്ലേ? നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റിയിൽ വന്നിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, അപ്പൊ നമ്മുടെ ഡീലിങ്സുകളൊക്കെ എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കുമോ അതോ പല പല സ്ഥലങ്ങളിലായിരിക്കുമോ? നമുക്ക് ഇല്ലീഗൽ ഡീലിങ്സിന് മാത്രം നമ്മൾ സെപ്പറേറ്റ് ലൊക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. സോ അങ്ങനെ ഒരു ഫിക്സഡ് സ്പോട്ട് ഉണ്ടാവില്ലല്ലേ? ഇല്ല. ലീഗലിയുള്ള ആക്ഷൻസിന് മാത്രമായിരിക്കും നമ്മൾ ഓഫീസിൽ വെച്ചിട്ട് കാണാൻ സാധിക്കും. ഓക്കെ. മനസ്സിലായി. സോ JP അതൊന്ന് നീ സ്വീകരിച്ചു പറ്റേ നമ്മുടെ JP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ നെയിം എന്താണ്? ജെയിംസ് പാറ്റ്. ഓക്കെ. നേരത്തെ അണ്ണ ഇല്ലായിരുന്നു. ഇത് നമ്മുടെ നേരത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇതാണ് നമ്മുടെ മെയിൻ കോ ലീഡർ ആണ്. സരക്കാണ് നമ്മുടെ IGL ആണ്. മുമ്പേ വന്നപ്പോ ഞാൻ പറഞ്ഞില്ല ഫ്ലൈറ്റ് മിസ്സായി പോയിരുന്നു. പിന്നെ ഇപ്പൊ ഇത് പ്രൈവറ്റ് ജെറ്റിലാണ് ആളെത്തിയത്. നമ്മളിപ്പോ ഒരു ജെറ്റ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നതാണ്. സോ എന്റെ പേര് സാൻഡർ കേജ്. ദിസ് ഈസ് ജെയിംസ് പാട്രിക് JP. സോ സരക്ക് ടാസ്കിലുണ്ടായിരുന്നില്ലേ? ഓക്കെ. സോ JP എന്തെങ്കിലും റിസീവ് ചെയ്യണ്ടേ പറയുന്നത് ടാസ്ക് കഴിഞ്ഞിട്ട്? കറന്റ് റിസീവ് ഒന്നുമില്ല. ഇവരുടെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റിവാർഡ്സ് ഇവരുടെ DH വരുമ്പോഴത്തേക്ക് അവരുടെ ലോക്കലിലുണ്ട്.
യെസ്, നിങ്ങളുടെ ഗ്യാങ് ഹൗസ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലോക്കറിലേക്ക് നമ്മുടെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ ഇതൊരു ടോക്കൺ ഓഫ് അഡ്വാൻസ് നമ്മളായിട്ട് ഇപ്പോൾ ചെയ്തൊരു ടോക്കൺ ഓഫ് അഡ്വാൻസ് സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. സോ വേറെ എന്തെങ്കിലും JP എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ? ഞാനൊരു ഡൗട്ട്, ഈ നിങ്ങള് ഇതില് ഈ ഗേൾസിനെ ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത് അത് എങ്ങനെയാണ്? അവരൊക്കെ ഇങ്ങനെ സ്കിൽഡ് ആണോ ഇതിനുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാൻ? ഒരു അത്യാവശ്യം സ്കിൽഡ് ആണ്. നമ്മള് ഓവർ നമ്മള് വേറെ എന്തൊക്കെ ചോദിക്കായിരുന്നു? ഒരു ഡിഫെൻഡിന് വേണ്ടിയിട്ട് നമ്മളൊരു നമുക്ക് അത്യാവശ്യം Basic ആയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കാര്യങ്ങൾ ബേസിക് ട്രെയിനിങ് വയലൻസ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബിസിനസ് കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ, മീൻസ് നമ്മളെല്ലാവരും ഓൾ അറൗണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഗാർഡായിട്ട് നിൽക്കുന്നത്. പുറത്തുനിന്ന് ആരുടെയും വേറൊരു ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. നാട്ട് ഇവിടെ കേരളത്തിലുള്ള ഒരു ഇവിടുത്തെ സിറ്റിയിലെ തന്നെ ആൾക്കാരാണോ അതോ പുറം നാട്ടുകാരാണോ? കുറച്ച് പുറത്തുനിന്നുള്ളവരുണ്ട്. അപ്പൊ നമ്മള് ഇപ്പം നമുക്ക് ഗ്യാങ്ങും ഗ്യാങ് ആക്സസും അപ്പൊ ഇപ്പൊ ഇന്ന് നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യോ? JP റെഡി അല്ലേ? എനിക്ക് തോന്നുന്നത് റെഡി ആയിട്ടില്ല എന്നാണ്. നമ്മൾ എന്തായാലും അത് കറക്റ്റ് ആയിട്ട് അറിയിക്കാം. ഗ്യാങ് വെഹിക്കിൾ നിങ്ങളുടെ പാച്ച് വർക്കിനും സ്റ്റിക്കർ വർക്കിനും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്കത് റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും മാക്സിമം ഒരുമിച്ച് ഒന്ന് റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഡിലേ വരും, അതിനൊരു ഡിലേ വരും. എല്ലാവരും മാറി മാറി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സിറ്റിംഗിൽ തന്നെ അത് നമുക്ക് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അത് ഇവരുടെ ഇതെല്ലാം നിങ്ങളുടെ ഗ്യാങ് അസറ്റ്സ് ഫുള്ള് നാളെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. നമുക്കൊരു ഫീ ഉണ്ട് അതിന് പ്രൊവൈഡ് ചെയ്യുന്നതിന്. ഒരു 50 CR ബ്ലാക്ക് മണി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം. ഇപ്പൊ വേണ്ട, നിങ്ങളുടെ അസറ്റ്സ് കാർഡായിട്ട് നമുക്ക് ഗ്രൈൻഡിങ്ങിന് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇവിടെ എങ്ങനെ ഗൺ ക്രാഫ്റ്റിംഗിന്റെ ടേബിളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഗൺസ് ഒക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ. ഓക്കെ ഫൈൻ. അപ്പം എന്തെങ്കിലുമൊക്കെ ഡീൽ ഉണ്ടെങ്കിൽ നമ്മളെ ഉറപ്പായിട്ടും വിളിക്കണം. എത്ര റിസ്ക് ഉള്ള ഡീൽസും ഏറ്റെടുത്ത് ചെയ്യാൻ ഞങ്ങൾ എന്തായാലും റെഡിയാണ്. മീ ആൻഡ് മൈ ബോയ്സ് ഓൾവേസ് വിൽ ബി ഹിയർ. അതിലാണ് നമുക്കൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്. ഓക്കെ, ഇവിടെ നമ്മുടെ ഇല്ലീഗൽ നമ്മൾ കൺസൈൻമെന്റിനും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും പുറമെ ഞങ്ങളുടെ പല ആക്ടിവിറ്റീസ് അതർ ദാൻ ഇല്ലീഗൽ, ലൈക്ക് സെയിം ഇല്ലീഗൽ തന്നെ, അതർ ദാൻ ദ സിറ്റി ആക്ടിവിറ്റി, നമുക്ക് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഒരു കൺസൈൻമെന്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ഫൈറ്റ് ഇനിഷ്യേറ്റഡ് പ്രോഗ്രാംസ് നമ്മൾ ചിലപ്പോൾ ആവശ്യം വരും. ഓക്കെ, നമ്മളിപ്പോൾ അതായത് എക്സ്ട്രാ ആയിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യും. നമ്മൾ എല്ലാവരെയും അതുപോലെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഞങ്ങൾ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഞങ്ങൾ ആ ഒരു ടാസ്ക് തരും. സോ ആ ടാസ്കിന്റെ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലഭിക്കുന്ന മറ്റേത് ടാസ്കിനും ഹൈയറായി. ഒരു വർക്ക് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ലാഭം ഉണ്ടാവുന്ന രീതിയിൽ മാത്രമേ ചെയ്യൂ. ഓക്കെ, സോ അതിന് നിങ്ങൾ എപ്പോഴും നമ്മൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളിത് റാൻഡം ആയിട്ട് ആരെങ്കിലും അവസരം പോലെ നമ്മൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ആദ്യം കൊടുക്കും. സോ ട്രസ്റ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. നമുക്ക് വൺസ് അത് കൺസൈൻമെന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റ് നമ്മൾ എങ്ങോട്ടും നമ്മൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഓൾവേസ് യു വിൽ ബി ഹാവിങ് എ ചാൻസ് ഫോർ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കിപ്പം അങ്ങനത്തെ എന്ത് ടാസ്ക് ആണെങ്കിലും ഏറ്റെടുത്ത് ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. സോ നിങ്ങൾക്ക് ഓൾവേസ് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഒരു കൺസൈൻമെന്റ് ഏൽപ്പിക്കാം. അത് തീർച്ചയായും വേറെ ആര് ചെയ്യുന്നതിനേക്കാളും നമുക്ക് സേഫ് ആയിട്ട് നിങ്ങളുടെ എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റും. അതുപോലെ ഇവരുടെ വാറിന്റെ കേസ് സംസാരിക്കാം. ട്രിബ്യൂട്ട് ആക്ച്വലി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് സെറ്റ് ചെയ്യാം. സോ മിസ്റ്റർ വാസു, നമുക്ക് കറന്റ് നമ്മളിപ്പോ പാർട്ടായിട്ടാണ് നടത്തുന്നത്. ആദ്യം ഓരോ സിറ്റിംഗ് വെച്ചിട്ടാണ് ഇത്. ഇപ്പൊ ഈ സിറ്റിംഗിൽ വന്നിരിക്കുന്ന കുറച്ച് ഗ്യാങ്സ് ഉണ്ട്. ഓൾറെഡി മീറ്റ് ചെയ്ത കുറച്ച് ഗ്യാങ്സ്, അത് നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളൊരു ട്രിബ്യൂട്ട് വാർ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ മീൻസ് ട്രിബ്യൂട്ട് വാർ മീൻസ് ലൈക്ക് ഇതൊരു നമ്മളൊരു ജസ്റ്റ് ഒരു നിങ്ങൾക്കൊരു ഇപ്പൊ പറഞ്ഞില്ലേ ഒരു എന്റർടൈൻമെന്റ് പോലെ സെറ്റ് ചെയ്യണതാണ്. ട്രിബ്യൂട്ട് വാറിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു വിൻ യു വിൽ ഗെറ്റ് എ ഫ്രീ കൺസൈൻമെന്റ് ഫ്രം ലൈക്ക് അത് നമ്മളൊരു ഫ്രീ ആയിട്ട് നമ്മൾ ടോക്കൺ അഡ്വാൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഫ്രീ കൺസൈൻമെന്റ്. ഓക്കെ, ട്രിബ്യൂട്ട് വാർ എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മൾ ഇപ്പൊ പുതുതായിട്ട് വന്ന ഗ്യാങ്സ് തമ്മിൽ ഏറ്റുമുട്ടുക എന്നുള്ളതാണോ?
അതെ 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 അറ്റ് എ ടൈം രണ്ട് ഗ്യാങ്സ് ആണോ അതോ ഇപ്പൊ വന്ന 5 ഗ്യാങ്സ്? ബിജെപി പറയും 5 4 ഗാങ്സ് ആയിരിക്കും. ട്രിബ്യൂട്ട് വാർ എന്ന് പറയുന്നത് നമ്മൾ വീക്ക്ലി കണ്ടക്ട് ചെയ്യുന്നത്. വീക്ക്ലി ഉണ്ടായിരിക്കും അങ്ങനെ ട്രിബ്യൂട്ട് പറയുന്നത്. ഒരു വാറിൽ 5 ഗ്യാങ്സ് 10 മെമ്പേഴ്സ് ഈച്ച് ആയിട്ടുള്ള 5 ഗ്യാങ്സ്. അതില് 10 മെമ്പേഴ്സ്. യെസ് 10 മെമ്പേഴ്സ് ഉള്ള 5 ഗ്യാങ്സ്. ടോട്ടൽ 5 ഗ്യാങ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ വിൻ ചെയ്യുന്ന ടീമിന് നമ്മുടെ കൺസൈൻമെന്റ് ഫ്രീ ആയിരിക്കും. ഫ്രീ ഓഫ് കോസ്റ്റിൽ കൺസൈൻമെന്റ്. അതായത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാധനം മന്ത്ലി ആണേ. ഒരു മാസത്തിൽ ഒരു ഇതായിരിക്കും ഉണ്ടായിരിക്കുക. മന്ത്ലി അല്ലേ? ഒരു ട്രിബ്യൂട്ട് വാർസോൺ ആയിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ഉണ്ടായിരിക്കുക. അതിന്റെ അതിൽ വിൻ ചെയ്യുന്ന ടീമിന് കൺസൈൻമെന്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. അതായത് നിങ്ങൾക്ക് പേ ചെയ്യേണ്ട ആവശ്യം. ഇതിപ്പം ഓപ്പൺ വാർ ആയിരിക്കും. അതെ, ഒരു ഐലൻഡ് ആയിരിക്കും. ആ ഐലൻഡിൽ ഓപ്പൺ വാർ ആയിരിക്കും. അവിടെ ആ ഐലൻഡ് യൂസ് ചെയ്യേണ്ട വെഹിക്കിൾ എല്ലാം അവിടെ നിന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്വന്തം അസറ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതില് എയർ ഡ്രോപ്സ് ഉണ്ടായിരിക്കും. എയർ ഡ്രോപ്സിൽ പല അതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂർണമെന്റ് പോലെ മനസ്സിലായോ? മാസത്തിൽ ഒരിക്കൽ എല്ലാ ദിവസവും. അതുകൂടാതെ നിങ്ങൾക്ക് കൺസൈൻമെന്റ് വരും. പേയ്മെന്റ് ഇതേപോലെ പെയ്ഡ് കൺസൈൻമെന്റ് മീൻസ് ലൈക്ക് നിങ്ങൾ നമ്മുടെ പർച്ചേസ് ചെയ്തിട്ടുള്ള കൺസൈൻമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് അതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സ്ലോട്ട് ബുക്കിംഗ് ആണ്. വൺസ് ഇൻ എ മന്ത് ഒരു പ്രാവശ്യം. ഒരു ഗ്യാങ്ങിന് 1 ടൈം ആണ് 1 ഫണ്ട്സ് ഇൻ എ മന്ത്. നിങ്ങൾ അത് സ്ലോട്ട് ബുക്ക് അനുസരിച്ചിട്ട് നമ്മൾ അത് കൺസൈൻമെന്റ് അറേഞ്ച് ചെയ്യും. അത് യൂഷ്വലി നിങ്ങൾ പെയ്ഡ് ആയിരിക്കും. ഐ തിങ്ക് പെർ ഗൺ ഐ തിങ്ക് 20 ആണ് നമ്മൾ 20 ലാക്ക് ബ്ലാക്ക്. സോ നിങ്ങൾക്ക് അത് 25 ആണ് നിങ്ങളുടെ സെല്ലിംഗ് കോസ്റ്റ്. നിങ്ങൾക്ക് അത് അതിനുള്ളിൽ നിങ്ങളുടെ പ്രോഫിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സെല് ചെയ്യാം, യൂസ് ചെയ്യാം. ദാറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾ യൂസ് ചെയ്യോ സെല് ചെയ്യാൻ നമ്മുടെ ചോയ്സ് ആണ്. സിറ്റിസൺസിന് വിൽക്കാൻ പറ്റുമോ നമുക്ക്? അല്ലേ, കറന്റ്ലി ഇത് വിൽക്കാം. സോ ഇതെല്ലാം ബേസിക്കലി നമ്മൾ ഗൺ ഷോപ്പ് നമ്മൾ ഓപ്ഷൻ ആവുന്നതിന് വരെ നിങ്ങൾക്ക് കറന്റ്ലി സിറ്റിസൺസിന് ഗ്യാങ്സിന് ആർക്ക് വേണമെങ്കിലും ഇൻകം ചെയ്യാം. വൺസ് ഗൺ ഷോപ്പ് വന്നു കഴിഞ്ഞാൽ ഗൺ കൺസൈൻമെന്റ് എന്നുള്ളത് ഗൺ ഷോപ്പ് ഓണേഴ്സിന് മാത്രമായിരിക്കും. ബാക്കിയുള്ള ഗ്യാങ്സിന് പിന്നെ നമ്മൾ വേറെ ടൈപ്പ് ഓഫ് ഫണ്ട് കൺസൈൻമെന്റ്സ് ഉണ്ടായിരിക്കും. ഗൺ ഷോപ്പ് വരുന്നിടം വരെ മന്ത്ലി 1 കൺസൈൻമെന്റ് ഒരു ഗ്യാങ്ങിനുണ്ടായിരിക്കും. അതാണ് പറഞ്ഞത്. ഈ ട്രിബ്യൂട്ട് വാറിൽ ജയിക്കുന്ന വീക്ക്ലി 4 ഒരു മാസത്തിൽ 4 ട്രിബ്യൂട്ട് വാർ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ജയിക്കുന്ന ടീമിന് നമ്മൾ ആ കൺസൈൻമെന്റ് ഫ്രീ ആയിരിക്കും. ഈ മാസത്തിന് അതായത് 60 ഗൺസിന്റെ കൺസൈൻമെന്റ് ആയിരിക്കും. 60 ഗൺസ് ഫ്രീ അല്ലേ? മനസ്സിലായി. ബേസിക്കലി ഇതെല്ലാം നമ്മൾ ഇല്ലീഗൽ ഓപ്ഷനുള്ള ഒരു ഗ്രൈൻഡിങ്, അതായത് നിങ്ങൾക്ക് പൈസ കളക്ട് ചെയ്യാനുള്ള ഒരു ഇതായിട്ടാണ് ചെയ്യുന്നത്. ഓപ്ഷൻ നല്ലൊരു എമൗണ്ട് ആയിരിക്കും നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, അറിയാലോ. മനസ്സിലായി. ഇല്ലീഗൽ ഓപ്ഷൻ വിത്തിൻ എ മന്ത് ഉണ്ടായിരിക്കും. ഒരു മാസത്തിനകത്ത് ഉണ്ടാവും അല്ലേ? യെസ്, വിത്തിൻ എ മന്ത് ഉണ്ടായിരിക്കും. ഫെബ്രുവരിയിൽ പ്ലാൻ ചെയ്തതായിരുന്നു. ആൻഡ് നമുക്ക് പുതിയതായിട്ട് കുറെ ഗ്യാങ്സ് വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് മന്ത് എൻഡ് എന്തായാലും ഉണ്ട്. മനസ്സിലായി. നെക്സ്റ്റ് മന്ത് ഫെബ്രുവരി എൻഡ്. അതിന്റെ ഗൺ ഷോപ്പ് മാത്രമായിരിക്കില്ല ഓപ്ഷൻ. വേറെ കുറെ ഇല്ലീഗൽ ബിസിനസ്സുകളുണ്ട്. ലൈക്ക് റോബറി ഐറ്റംസ് സെല് ചെയ്യുന്ന ഷോപ്പ്, അല്ലെങ്കിൽ ഇല്ലീഗൽ കീലിംഗ് ഐറ്റംസ് സെല് ചെയ്യുന്ന ഷോപ്പ്, അങ്ങനെ കുറെ ഷോപ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഗൺ ഷോപ്പ് ഒരെണ്ണമായിരിക്കില്ല, മേ ബി 2, 3, 4 ഉണ്ടായിരിക്കും. മനസ്സിലായി. പെർ ഗ്യാങ്ങിന് ഒരു ബിസിനസ് അവൈലബിൾ. ഒരു ബിസിനസ്. യെസ്, കറന്റ്ലി ഒരു ബിസിനസ് ഉണ്ടാണ്. മേ ബി ബിസിനസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ JP, I think they have their own plans, so we can conclude for today. Yeah, sure. So Mr. Vasu and one of your co-leader, please come with me. Ryanum, Lucy. Yes. So നിങ്ങൾക്ക് കേൾക്കാനുണ്ടോ? കേൾക്കാം. ഇത് നമ്മുടെ മിസ്റ്റക്സിന് ട്രക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാം. ഇറ്റ്സ് ലൈക്ക് 6 CR ഉള്ളൂ. ഓക്കെ. ഇത് നമ്മുടെ സ്റ്റോറേജ് വൈറ്റ് മണി. ഈ ട്രക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് ഞങ്ങൾക്ക് ഇന്നത്തെ ഗിഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. നോ ബൂം ബോക്സ് ബിലോങ്ങിങ് ടു 1 2 3 4 5 6 7 8 10 ഗണ്ണ്, ഹൈ കാർവ്, കാർബൺ റൈഫിൾ, ബ്ലൂ പ്രിന്റ്, മെറ്റൽ റോഡ്, അലുമിനിയം.
രായ ഇതൊന്ന് കളക്ട് ചെയ്ത് വെക്കണം കേട്ടോ. കുഴപ്പമില്ല, നാളെ നിങ്ങളുടെ ഗ്യാസിലോട്ട് എത്തിച്ചേക്കാം. അപ്പൊ ഇതും അതിന്റെ ബുള്ളറ്റ്സ് നാളെ ഗ്യാങ്സിലേക്ക് എത്തിച്ചേക്കാം. നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ഓൾവേസ് യൂസ് സോ ഈ വണ്ടി നമ്മൾ മേടിക്കുകയാണെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ്? ഇത് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. സ്റ്റോറേജ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഉള്ള വണ്ടിയാണ് നമുക്ക് ക്രാഫ്റ്റിംഗിനൊക്കെ ഏറ്റവും യൂസ്. മോസ്റ്റ്ലി മിസ്റ്റർ എക്സ് ആയിട്ടുള്ള എല്ലാ ഡീലിംഗിലും ഈ ട്രക്ക് നമുക്ക് ആവശ്യം വരും. ഓക്കെ, സോ അപ്പൊ നമുക്ക് ട്രക്കറിനെ വാങ്ങിക്കണം നമുക്ക്. ഞങ്ങളിപ്പോ വന്നതേ ഉള്ളല്ലോ, അപ്പൊ നമ്മൾ കുറച്ച് ഒരു 2 ദിവസം ഗ്രൈൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വന്ന് മേടിക്കാം. അപ്പോൾ മിസ്റ്റക്സിനെ കോൺടാക്ട് ചെയ്യാൻ ഓൾവേസ് യൂസ് യെല്ലോ പേജ്. ഓക്കെ, യെല്ലോ പേജ് വഴി കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ വൺസ് നാളെ ഗ്യാങ് ഹൗസ് ഒക്കെ സെറ്റ് കഴിയുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി. വി വിൽ സെൻഡ് സമൺ വിത്ത് ദ ട്രക്ക്. ഫോർ ഷുവർ. ഓക്കെ, എല്ലാം റിസീവ് ആയില്ലേ? യെസ്, അവർക്ക് നാളെ ഗ്യാങ് ഹൗസ് നമുക്ക് ഡെലിവറി ചെയ്യാം. അതൊന്നും സെറ്റ് ആയിട്ടില്ല എന്ന് പറയുന്നു. ഞങ്ങൾ നിങ്ങളോട് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ആൻഡ് ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് നല്ല നല്ല കോൺട്രിബ്യൂഷൻസ് ഒക്കെ തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. സോ ഞങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് താങ്ക് യു ഫോർ വെൽക്കമിങ് അസ്. അപ്പം ഇനിയുള്ള പരിപാടികളിൽ കാണാം. ഓക്കെ, ഉറപ്പായിട്ടും കാണാം. ഈ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്നും ഉണ്ടാവും, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും നമ്മൾ വിളിക്കും. ഉറപ്പായിട്ടും സാധാരണ നമ്മൾ ഇവിടെ പുതുതായിട്ട് വരുന്ന എല്ലാ ഗ്യാങ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഗിഫ്റ്റ് തരാറുണ്ട്. നമ്മൾ ഉറപ്പായിട്ട് തരും. നമുക്ക് ചെറുതായിട്ട് തരാൻ താല്പര്യമില്ല, കുറച്ച് വലുതായിട്ട് തരാനേ താല്പര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇൻവിറ്റേഷൻ വിളിക്കുന്നതിന്റെ അന്ന് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ see you soon. ശരി. Keep in touch. Bye.